സച്ചി എന്താ ലേറ്റായത്? ഞങ്ങൾ ഇവിടെ എത്ര നേരമായിട്ട് നോക്കി നിൽക്കുന്നെന്നറിയോ? എന്താ സച്ചി, മുഖം കണ്ടിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നല്ലോ. സന്ദീപിന്റെ കാര്യം ഓർത്തിട്ടാണോ? സന്ദീപ് കോടതിയിൽ എന്തു പറഞ്ഞാലും അതൊക്കെ പൊളിച്ചെടുക്കാനുള്ള രേഖകൾ നമ്മുടെ കയ്യിലില്ലേ? പിന്നെന്തിനാ പേടിക്കുന്നേ? അതല്ല വക്കീലേ, സന്ദീപ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ? കുറച്ച് ദിവസങ്ങളായിട്ട് അവനെ കാണാനില്ല. കാണാനില്ലേ? അവൻ പിന്നെ എവിടെ പോയി? അതൊന്നും എനിക്കറിയില്ല. ആ മൂർത്തി പോലീസ് സ്റ്റേഷനിൽ ഒരു മാൻ മിസ്സിംഗ് പരാതി കൊടുത്തിട്ടുണ്ട്. ആരാ ഇക്കാര്യം സച്ചിയോട് പറഞ്ഞത്? അവന്തിക തന്നെ. അവന്തികയോ? അതെ. അതൊക്കെ മാറ്റാം. ആദ്യം സന്ദീപ് എവിടെയെന്ന് പറ. നാളെ കോടതിയിൽ ഹാജരാക്കേണ്ട അവനെ നീ എവിടെ കൊണ്ട് ഒളിപ്പിച്ചിരിക്കുന്നേ? മര്യാദയ്ക്ക് സന്ദീപ് എവിടെ ഉണ്ടെന്ന് പറയുന്നതാ നിനക്ക് നല്ലത്. അവനെ കാണാതായിട്ട് 2 ദിവസമായി. സത്യത്തിലെ അവൻ എന്ത് സംഭവിച്ചെന്നറിയാത്ത ടെൻഷനിലാണ് ഞാൻ. അല്ല, ഇനി ഇതും അവന്തികയുടെ മറിമായായിരിക്കോ? സന്ദീപിനെ അവള് തന്നെ ഒളിപ്പിച്ചതാണെങ്കിലോ? അതിനൊരിക്കലും വഴിയില്ല. എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അവന്തിക ഇന്ന് അവനെ കോടതിയിൽ ഹാജരാക്കും. വക്കീല് പറയുന്ന പോലൊന്നും അല്ല. അവനെന്തെങ്കിലും അപകടം പറ്റുമെന്ന് എന്റെ സംശയം. സന്ദീപിനെ ചിലപ്പോ അപകടപ്പെടുത്തിയത് അവന്തിക തന്നെ ആയിരിക്കും. എന്നിട്ട് അവര് എന്റെ മുമ്പിൽ നാടകം കളിച്ചതായിരിക്കും. എന്റെ അനിയൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ വെറുതെ വിടില്ല വക്കീലെ. അവന്തിക തന്നെയാണ് സന്ദീപിനെ ഒളിപ്പിച്ചതെങ്കിൽ തീർച്ചയായും അവരിന്ന് കോടതിയിൽ അവനെ ഹാജരാക്കിയിരിക്കും. ഇനി അതല്ല, യഥാർത്ഥത്തിൽ സന്ദീപ് ഇന്ന് വന്നില്ലെങ്കിൽ സച്ചി പേടിക്കുന്നത് പോലെ സന്ദീപിന്റെ കാര്യത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് വേണം കരുതാൻ. ആദ്യം സന്ദീപ് വരുമെന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത വഴി നോക്കാം. എന്തായാലും ഇത്രയും ദിവസം അവന്തികയുടെ അടുത്തായിരുന്നല്ലോ സന്ദീപ്. അപ്പോ അവനെ കാണാതായാലും അവന് എന്ത് സംഭവിച്ചാലും അവന്തിക തന്നെ മറുപടി പറഞ്ഞേ പറ്റൂ. കോടതി തുടങ്ങാറായി. സച്ചിവ, വക്കീലേ, സന്ദീപ് നമ്മുടെ കൈവിട്ടു പോയതൊരു നഷ്ടം തന്നെയാ. അതുകൊണ്ട് മാത്രം കേസിന് കുഴപ്പമൊന്നും വരില്ലല്ലോ. ഡോണ്ട് വറി മാഡം, സന്ദീപില്ലെന്ന് കരുതി നമുക്കൊരു കുഴപ്പം സംഭവിക്കില്ല. ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ച് എളുപ്പമാവുമെന്ന് മാത്രം. അവൻ നമുക്ക് അനുകൂലമായിട്ട് സാക്ഷി പറഞ്ഞിരുന്നെങ്കിൽ ഇതിനൊരു ബലം ഉണ്ടായിരുന്നു. അതൊന്നും ഒരു പ്രശ്നമല്ല മാഡം. അഡ്വക്കേറ്റ് കമ്മീഷൻ റിപ്പോർട്ടിലെ എല്ലാ പോയിന്റുകളും പൊളിച്ചെടുക്കാനുള്ള ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. അത് വെച്ച് ഞാനൊരു കളി കളിക്കും. അഡ്വക്കേറ്റ് ആരതിയെ അത്ര നിസ്സാരമായി കാണരുത്. അഡ്വക്കേറ്റ് ആരതി അവളുടെ ബലത്തിലാ സച്ചി കളിക്കുന്നതല്ല. അവരുടെ എല്ലാ പ്രതീക്ഷകളും ഇന്ന് കോടതിയിൽ തകർന്നു വീഴുന്നത് മാഡം കണ്ടോളൂ.